പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ യാത്രക്കാർ നെട്ടോട്ടമോടുന്നു. ഓരോ സ്ഥലത്തേക്കുമുള്ള ബസ്സുകൾ നിർത്തുന്ന ട്രാക്കുകൾ തിരിച്ചറിയാനുള്ള സംവിധാനമില്ലാത്തതാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ബസ് സ്റ്റാൻഡിൽ റൂട്ട് തിരിച്ച് റൂട്ട് ബോർഡുകൾ സ്ഥാപിക്കണമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റി ആവശ്യപ്പെട്ടു. ബസ്സുകൾ നിർത്തി യാത്രക്കാരെ ഇറക്കുന്നതിനും കയറ്റുന്നതിനും 11 ട്രാക്കുകൾ നിലവിലുണ്ടെങ്കിലും 7 ട്രാക്കുകൾ മാത്രമാണ് ഉപയോഗപ്പെടുത്തുന്നത്. ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തു നിൽക്കുന്ന വൃദ്ധരും സ്ത്രീകളും കൈക്കുഞ്ഞുങ്ങളുമായി അമ്മമാരും കുട്ടികളുമടക്കമുള്ള ഗ്രാമീണ മേഖലയിലേക്കുള്ള യാത്രക്കാർ ബസ്സുകൾ വന്നു നിർത്തുന്നത് ഏത് ട്രാക്കിലാണ് എന്നറിയാതെ നെട്ടോട്ടമോടുന്നത് പതിവ് കാഴ്ചയാണ്. എല്ലാ ബസ്സുകൾക്കും ഒരേ നിറമായതും ബസ്സുകൾ എവിടേക്കാണ് പോകുന്നത് എന്ന് ബസ് നിർത്തുന്ന ട്രാക്കിൽ പോയി നോക്കിയാൽ മാത്രമേ യാത്രക്കാർക്ക് അറിയാൻ സംവിധാനമുള്ളൂ. നിലവിൽ ബസ്സുകൾ 7 ട്രാക്കുകൾ മാത്രമാണ് ഉപയോഗപ്പെടുത്തുന്നത്. 11 ട്രാക്കുകളും ഉപയോഗപ്പെടുത്തുന്നതിന് അതാത് സ്ഥലങ്ങളിലേക്ക് പോകുന്ന സ്ഥലം എഴുതിയ ബോർഡുകൾ സ്ഥാപിച്ചാൽ യാത്രക്കാർക്കും ബസ് ജീവനക്കാർക്കും ബസ് സ്റ്റാൻഡുകളിലെ കച്ചവടക്കാർക്കും സൌകര്യപ്രദമാകും. കോഴിക്കോട്, മഞ്ചേരി, മലപ്പുറം, കോട്ടയ്ക്കൽ, തിരൂർ, നിലമ്പൂർ, വണ്ടൂർ, പെരിന്തൽമണ്ണ, തൃശൂർ, മേലാറ്റൂർ, മണ്ണാർക്കാട്, പാലക്കാട് തുടങ്ങിയ നഗരപ്രദേശങ്ങളിലേക്കും കാളികാവ്, കരുവാരുകുണ്ട് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും ചെമ്പ്രശ്ശേരി, വെട്ടിക്കാട്ടിരി, പന്തല്ലൂർ, അരിച്ചോല, നെന്മിനി, തരിപ്പടി, എടയാറ്റൂർ, നീലാഞ്ചേരി, ചാത്തങ്ങോട്ടുപുറം, ചേരിപ്പറമ്പ്, കാവുങ്ങൽപ്പറമ്പ്, നടുക്കുണ്ട് തുടങ്ങിയ ഗ്രാമീണ മേഖലകളിലേക്കും പോകുന്ന ആയിരക്കണക്കിന് യാത്രക്കാർ ദിവസവും ബസ് കാത്തു നിൽക്കുന്ന സ്ഥലമാണ് പാണ്ടിക്കാട് ബസ് സ്റ്റാൻഡ്. യാത്രക്കാരുടെ ബുദ്ധിമുട്ടിന് പരിഹാരം കാണാൻ ഓരോ സ്ഥലത്തേക്കുമുള്ള റൂട്ട് തിരിച്ച് ട്രാക്കുകളിൽ ബോർഡുകൾ സ്ഥാപിക്കണമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ഭാരവാഹികൾ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത്, പാണ്ടിക്കാട് പോലീസ് എന്നിവരോട് ആവശ്യപ്പെട്ടു. പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് വക ബസ് സ്റ്റാൻഡിൽ യാത്രക്കാർക്ക് ബസ്സുകൾ ഏത് റൂട്ടിലേക്കാണ് പോകുന്നത് എന്നറിയുന്നതിന് വേണ്ടി ട്രാക്കുകളിൽ റൂട്ട് തിരിച്ച ബോർഡുകൾ സ്ഥാപിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഗ്രാമപഞ്ചായത്തിനും അതുപോലെ തന്നെ പോലീസിനും നിവേദനവും നൽകിയിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾ പാണ്ടിക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്നും ഗ്രാമീണ മേഖല അടക്കം 100 കണക്കിന് ബസ്സുകളാണ് പോകുന്നത്. അവിടെ വരുന്ന യാത്രക്കാർ ഏത് ട്രാക്കിൽ നിൽക്കണമെന്നറിയാതെ ഒരു ബസ് വരുമ്പോൾ അതിൻ്റെ പിന്നാലെ നെട്ടോട്ടം ഓടുന്ന അവസ്ഥയാണ്. ഇതിന് പരിഹാരം ഉണ്ടാവണമെങ്കിൽ 11 ട്രാക്കുകളുണ്ട്. ഓരോ ട്രാക്കിലും പോകുന്ന സ്ഥലങ്ങൾ, ബസ്സുകൾ വന്ന് നിർത്തുന്ന സ്ഥലമൊക്കെ എഴുതിയാൽ വലിയ സഹായം യാത്രക്കാർക്കും ജീവനക്കാർക്കും നാട്ടുകാർക്കൊക്കെ ഉണ്ടാകും. അത് അടിയന്തരമായി കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. പല ഭാഗങ്ങളിലേക്കും പോകുന്ന ബസ്സുകളുണ്ട്. അന്തർസംസ്ഥാന ഭാഗങ്ങളിലേക്ക് പോകുന്ന ബസ്സുകളുണ്ട്. ഇപ്പോൾ വെട്ടിക്കാട്ടിരി പോലുള്ള അതുപോലെ തന്നെ ഗ്രാമീണ മേഖലയിലേക്ക് പോകുന്ന ബസ്സുകളുണ്ട്. അവിടെ ഇരുന്ന യാത്രക്കാരുണ്ട്. സ്ത്രീകളും വൃദ്ധരും പ്രായം ചെന്നവരും ഒക്കെ ആയിട്ട് നിരവധിയായ യാത്രക്കാരാണ് ദിവസം വന്നു പോകുന്നത്. അത്തരത്തിലുള്ള ബസ് സ്റ്റാൻഡിൽ ഇപ്പോൾ ബസ്സുകൾ പഴയ പോലെയല്ല, എല്ലാം ഒരു നീല കളറോ അല്ലെങ്കിൽ റെഡ് കളറോ ആണ്. ഇപ്പം നമുക്കൊക്കെ ആദ്യം അറിഞ്ഞിരുന്നു, നമ്മുടെ ഗ്രാമീണ മേഖലയിലേക്ക് പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ വീട്ടുപടിക്കലൂടെ പോകുന്ന ബസ് ഏത് കളറാണെന്ന് നേരത്തെ തിരിച്ചറിയാൻ പറ്റിയിരുന്നു. ഇന്നത് മാറിയിട്ടുണ്ട്. എല്ലാ ബസ്സും നീലയായതുകൊണ്ട് റൂട്ട് എവിടെ ബസ് സ്റ്റാൻഡിൽ ഏത് ഭാഗത്ത് നിൽക്കണമെന്ന് യാത്രക്കാർക്ക് അറിയണം. അതുകൊണ്ട് റൂട്ട് തിരിച്ച് ബോർഡുകൾ അത്യാവശ്യമാണ്. ഈ കാര്യങ്ങൾ അടിയന്തരമായി ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ഇത് സംബന്ധിച്ച് നിവേദനം നൽകിയിട്ടുമുണ്ട്. യോഗത്തിൽ ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കളത്തുംപടിക്കൽ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് വൈസ് പ്രസിഡന്റ് നിയാസ് ചാലിയാർ, ഷൌക്കത്ത് അലി ഉള്ളാട്ടുപറമ്പൻ, കെ.ടി. മെഹബൂബ്, ബാബു മമ്പാട്, ഹമീദ് കുരിക്കൽ പാണ്ടിക്കാട്, ഷമീർ ബാബു അറക്കൽ, ജലീഷ് കുട്ടൻ എന്നിവർ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, പാണ്ടിക്കാട്.